ഇന്നൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيد. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനെ പിന്തുടർന്ന് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസി സമൂഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള പരിശുദ്ധ റമദാൻ അതിന്റെ എല്ലാ ഐശ്വര്യങ്ങളും പവിത്രതയും വിശ്വാസികൾക്ക് നൽകി അതിവേഗം മുൻപോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. പലരും അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, പലരും അതിനെ അശ്രദ്ധരാക്കുന്നുണ്ട്. ഈ 6 ദിവസത്തെ ഓട്ടത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ തീർത്തവരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ റമദാനിനെ നല്ല നിലക്ക് സ്വീകരിക്കുകയും ജീവിതത്തിന്റെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ 2 മഹാത്ഭുതങ്ങളാണ് ഇസ്ലാമിക ലോകത്ത് സംഭവിച്ചിട്ടുള്ളത്. അതിലൊന്ന്, റമദാൻ മാസത്തിന്റെ 17ാമത്തെ ദിവസം കേവലം 313-14 സഹാബാക്കളോടൊപ്പം 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തെ ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയ ബദർ യുദ്ധം. രണ്ടാമത്തൊരു മഹാത്ഭുതം, ഇന്ന് മാനവരാശിക്കൊന്നടങ്കം ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന സർവ്വ മനുഷ്യർക്കും മാർഗദർശനമായി അവരുടെ ജീവിതത്തിന്റെ വെളിച്ചമായി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആനിന്റെ അവതരണവും ഈ പരിശുദ്ധ റമദാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ മാസത്തെ നിങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയും ജീവിതത്തോട് ചേർത്ത് നിർത്തുകയും ആ വിശുദ്ധ ഖുർആനിന്റെ പാതക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യണമെന്ന്
ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ ആവർത്തിച്ച് പഠിപ്പിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരൊക്കെ വലിയ പ്രശ്നങ്ങളിലാണ്. അതുകൊണ്ടാണ് കേൾക്കാൻ അറയ്ക്കുന്ന വാർത്തകളും മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളും സാമ്പത്തിക രംഗത്തും കുടുംബരംഗത്തും വിശ്വാസ രംഗത്ത് പോലും വലിയ അബദ്ധങ്ങളിലേക്കും ഇന്ന് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചുകൊണ്ട് പലരും പല വഴിക്കും തിരിഞ്ഞു. ചിലർ പറഞ്ഞു മതമാണ് പ്രശ്നം, അതുകൊണ്ട് നിരീശ്വരവാദിയാവണം. മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നീട് ജീവിതം മനോഹരമാണ് എന്ന് പഠിപ്പിക്കുന്ന ലിബറലുകൾ നമ്മളെ മക്കളെയും സമൂഹത്തെയും സ്വാധീനിക്കാൻ തുടങ്ങി. മറ്റൊരു കൂട്ടര് കരുതി കുത്തഴിഞ്ഞ ജീവിതത്തിലാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭംഗി, അതുകൊണ്ട് കുടിച്ചാൽ കുറെ പ്രശ്നങ്ങൾ തീരും, വലിച്ചാൽ കുറെ പ്രാരാബ്ദങ്ങൾ തീരും, ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തി വെച്ചാൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ലഹരിയുടെ ലോകത്തേക്ക് മറ്റു ചില ആളുകൾ പ്രവേശിച്ചു. ഇങ്ങനെ പലരും പല പ്രശ്നത്തിലും അഭയം തേടുന്നത് മറ്റു പല കാര്യത്തിലുമാണ്. എന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, മനുഷ്യ സമുദായം നേരിടുന്ന ഏതേത് പ്രശ്നങ്ങൾക്കും അവർക്കുള്ള പരിഹാരവും അവർക്കുള്ള സമാധാനവും അള്ളാഹുവിന്റെ ഖുർആനിലുണ്ട്. 114 സൂറത്തുകളിലായി 6000-ൽ പരം വരുന്ന ആയത്തുകൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ വിശ്വാസങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട്, മനുഷ്യന്റെ ജീവിതത്തിന്റെ കുടുംബങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട്, മനുഷ്യ ജീവിതത്തിന്റെ സാമ്പത്തിക രംഗം, സാംസ്കാരിക രംഗം, ഇങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെടുന്ന ഏതേത് വിഷയങ്ങളെയും സംസാരിക്കുന്നതാണ് അള്ളാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ടാണ് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയതും ഇന്ന ഹാദൽ ഖുർആന, തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആൻ യഹ്ദി, മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു, ലില്ലത്തി ഹിയ അഖ്വം, ചൊവ്വായ പാതയിലേക്ക്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും നന്മയുടെ ഭാഗത്തേക്ക് അള്ളാഹുവിന്റെ ഖുർആൻ മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിശുദ്ധ ഖുർആനിനെ പറ്റി അല്ലാഹു തആല തന്നെ ഓർമ്മപ്പെടുത്തി, മനുഷ്യരെ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്താണ് ഖുർആനിന്റെ ഗൗരവം, വിശുദ്ധ ഖുർആനിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പോകും. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ല. അല്ലാഹു പറയുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിനെ ഞാൻ ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു അവതരിപ്പിച്ചതെങ്കിൽ, ലറഅയ്തഹു, നിനക്ക് കാണാം ആ പർവ്വതത്തെ, ഖാശിയൻ, ഭയപ്പെടുന്നതായിട്ട്, മുതസദ്ദിഅൻ, വിറച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് കാണാം. അള്ളാഹുവിന്റെ ഖുർആനിനെ ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു റബ്ബ് അവതരിപ്പിച്ചതെങ്കിൽ ആ പർവ്വതം പോലും വിനയാന്വിതനായി വിറയ്ക്കുന്നത് നിനക്ക് കാണാമായിരുന്നു എന്ന് പറയുമാറ് ശ്രേഷ്ഠമാക്കപ്പെട്ടതാ റബ്ബിന്റെ കലാം. മറ്റൊരു ഭാഗത്ത് അതുകൊണ്ട് തന്നെ അല്ലാഹു തആല വെല്ലുവിളിച്ചു, ഇസ്ലാമിനെതിരെയും ഖുർആനിനെതിരെയും, അത് മുഹമ്മദ് നബിയുടെ കൗലാണ്, മുഹമ്മദ് എന്തോ പറഞ്ഞുണ്ടാക്കിയതാണ്, ഖുർആനിനൊന്നും അത്ര വില കൊടുക്കേണ്ടതില്ല, അതിലെന്തൊക്കെയോ കുറെ കഥകളാണ് എന്ന് പറയുന്നവരെ അല്ലാഹു പരസ്യമായി ഖുർആനിലൂടെ വെല്ലുവിളിച്ചു. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ തൊട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ പറ്റി അതൊരു അബദ്ധമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഫഅ്തൂ ബിസൂറത്തിൻ, ഒരു സൂറത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? മറ്റൊരു ഭാഗത്ത് അല്ലാഹു വെല്ലുവിളി ആവർത്തിച്ചു, ഫഅ്തൂ ബിആയത്തിൻ, ഒരായത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇന്ന് 800 കോടി ജനങ്ങളുള്ള ലോകത്ത്, 8000 കോടിയിലധികം ജീവിച്ചു മരിച്ച ലോകത്ത്, 6-ാം നൂറ്റാണ്ടിൽ അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആനിന് ശേഷം ഏകദേശം 15 നൂറ്റാണ്ടുകൾക്കിപ്പുറം, അല്ലെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ വെല്ലുവിളി ഇസ്ലാമിന്റെ ഒരു ശത്രുക്കൾക്കും ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ല. ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾ പലരും ഖുർആനിന് ബദലുണ്ടാക്കാൻ ശ്രമിച്ചു, ആയത്തുകൾക്ക് ബദലുണ്ടാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ
വിശുദ്ധ ഖുർആൻ കൊടുക്കുന്ന നിർവചനവും അതിന്റെ ആയത്തിന്റെ മനോഹരിതയും അതിനേക്കാളേറെ ആ വിശുദ്ധ ഖുർആനിന്റെ പിന്നിലുള്ള റബ്ബിന്റെ തീരുമാനങ്ങളും ഈ ലോകത്തൊരാൾക്കും പകർത്തി എഴുതാനോ പുതിയതായിട്ട് കൊണ്ടുവരാനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ആളുകൾ ഖുർആനിനെ സ്വീകരിച്ചു തുടങ്ങി. ഒരു കാലത്ത് ഇസ്ലാം വിരോധികളായിരുന്ന യൂറോപ്യന്മാർ ഇംഗ്ലണ്ടിൽ ഇന്ന് വേണ്ട ലോകത്തിന്റെ പശ്ചിമേഷ്യയും യൂറോപ്പും അടക്കമുള്ള പല രാജ്യങ്ങളും ഖുർആനിന്റെ പ്രതികൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. ആയത്തുകളുടെ നിർവചനത്തോടെ അവർ പഠിക്കാൻ തുടങ്ങി. ഓരോരുത്തരുടെ ഹൃദയത്തിലും വലിയ വെളിച്ചമുണ്ടാക്കാൻ വിശുദ്ധ ഖുർആനിന് സാധിച്ചു. ശത്രുക്കൾ പോലും എന്നും അസൂയപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിന്റെ എക്കാലഘട്ടത്തിലെയും ശത്രുവായിരുന്ന അമേരിക്കയിലെ ജോർജ് ബെർണാഡ് എന്നൊരു മനുഷ്യൻ തന്റെ ജനങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്. മരണം തേടിയെത്തുന്നതിന്റെ മുൻപ് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും ഡോക്യുമെന്ററികൾ ഇറക്കിയും ലേഖനങ്ങളായും അള്ളാഹുവിന്റെ ഖുർആനിനെതിരെ ഇസ്ലാമിനെതിരെ പലതും എഴുതിവിട്ട മനുഷ്യൻ മരിക്കുന്നതിന്റെ അല്പ ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ വലിയ നിരീശ്വരവാദികളെയും ഇസ്ലാമിന്റെ ശത്രുക്കളെയും വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞത്, ഖുർആൻ പോലെ ഒരു വേദഗ്രന്ഥം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇസ്ലാമിനെ നമുക്ക് വളർത്താൻ സാധിക്കില്ലായിരുന്നു. ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചിട്ടും ഖുർആനിനെ പോലെയുള്ള ഒരു വാക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്ത കാലത്തോളം ഇസ്ലാമിനെ തകർക്കാൻ സാധ്യമല്ലെന്ന് അദ്ദേഹം കുമ്പസരിച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും അസൂയപ്പെട്ടതായിരുന്നു അള്ളാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ. പക്ഷേ ആ ഖുർആനിനെ ഇന്ന് പരാജയപ്പെടുത്തുന്നതിൽ നമ്മളാ മുൻപന്തിയിൽ. വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കുന്നതിൽ, അതിന്റെ ആയത്തുകളുടെ നിർവചനമൊന്ന് ബോധ്യപ്പെടുന്നതിൽ കേവലം യാന്ത്രികമായ ഒരു രീതിയിൽ അത് പാരായണം ചെയ്യുന്നു എന്ന് മാത്രം. പാരായണം ചെയ്യണ്ട എന്ന് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. പാരായണം ചെയ്യാം, അതിന് കൂലിയുമുണ്ട്. പക്ഷെ ഖുർആൻ മനുഷ്യന്റെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാക്കണമെങ്കിൽ, ഒരു സമൂഹത്തെ മാറ്റണമെങ്കിൽ അതിന്റെ നിർവചനം, അതിന്റെ അർത്ഥം ഓരോരുത്തർക്കും ബോധ്യപ്പെടേണ്ടതുണ്ട്. അല്ലാത്ത കാലത്തോളം ഖുർആനിന്റെ ആത്മാവ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഉദാഹരണമായി നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, എന്തുകൊണ്ടാ സൂറത്തുൽ ബഖറക്ക് പശുവിന്റെ പേര്? എന്തുകൊണ്ടാ സൂറത്തുൽ അൻകബൂത്തിന് ചിലന്തിയുടെ പേര്? എന്തുകൊണ്ടാ സൂറത്തുൽ നഹ്ലിന് തേനീച്ചയുടെ പേര്? എന്തുകൊണ്ടാ സൂറത്തുൽ നംലിന് ഉറുമ്പിന്റെ പേര്? എന്തുകൊണ്ടാ സൂറത്തുൽ ഫാത്തിഹയെ സുലുസുൽ ഖുർആൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് വിളിക്കാനുള്ള കാരണം? ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഈ ദുനിയാവിൽ ഇറങ്ങുന്ന ഏതേത് പുസ്തകങ്ങൾ പരതി പിടിച്ച് വായിക്കുന്നവനും അള്ളാഹുവിന്റെ ഖുർആൻ ഒരാവർത്തി മലയാളത്തിൽ ജീവിതത്തിൽ ആ വിശുദ്ധ ഖുർആനിന്റെ ആത്മാവറിയുന്ന രീതിയിൽ നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ചിലര് ചോദിക്കാറുണ്ട്, നീ ഇന്നത് വായിച്ചോ? വല്ലാത്തൊരു ഗ്രന്ഥമാ. നീ ഇന്നത് വായിച്ചോ? അല്ലെങ്കിൽ പൈലോ കൊയ്ലോന്റെ ആൽക്കമിസ്റ്റ്, അല്ലെങ്കിൽ മൂലധനം, അല്ലെങ്കിൽ കാറൽ മാക്സിന്റേത്, അല്ലെങ്കിൽ ഗാന്ധിയുടെ സത്യാന്വേഷണ കഥ. ഇതൊന്നും വേണ്ട എന്ന അർത്ഥത്തിലല്ല. ഇതൊക്കെ വായിക്കുന്നതിന്റെ അപ്പുറം അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങളൊന്ന് വായിച്ചോ? ആ ആയത്തിന്റെ നിർവചനത്തിനനുസരിച്ച് ആ ആയത്തുകളെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചോ? ഓരോ വാക്കുകൾക്ക് പിന്നിലുമുള്ള അള്ളാഹുവിന്റെ തീരുമാനങ്ങളും അത് ഇറങ്ങാനുള്ള കാരണങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അത് പഠിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഖുർആൻ നമ്മളെ ആത്മീയകരമായി ബാധിക്കും, ആത്മീയമായി നമ്മളെ മാറ്റും. അത് മാറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഖുർആനിനെ അവഗണിച്ചിട്ടുണ്ട്, ഖുർആനിൽ നിന്ന് നമ്മൾ അകന്നിട്ടുണ്ട്, ഖുർആനിനെ വേണ്ട നിലക്ക് പരിഗണിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് 6ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോ ഒരു 60 പേജ് വേണ്ട, ഒരു 6 പേജെങ്കിലും ഓതി തീർത്തവർ എത്ര നമ്മളെ കൂട്ടത്തിലുണ്ടാകും? അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ചകളിൽ സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ പാരായണം ചെയ്യണം. എങ്കിൽ ഒരിക്കലും കഹ്ഫ് ഓതുന്നവനെ, അതിന്റെ ആദ്യ ഭാഗം മനഃപ്പാടമാക്കിയവനെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചവരാ, ആ ആയത്തുകളെ പറ്റി ചിന്തിക്കുന്നവരാ. പക്ഷേ അള്ളാഹുവിന്റെ ഖുർആനിനെ ആത്മാവിലേക്ക് ഇറങ്ങി പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ മദ്രസയിൽ പറഞ്ഞയച്ച വാപ്പാര് മക്കളെ തൊട്ട് പറയും, 7ാം ക്ലാസ് വരെ മദ്രസയിൽ വിട്ടിട്ടുണ്ട്. ആ വിവരേ ഉള്ളൂ പലർക്കും, ആ അറിവേ ഉള്ളൂ പലർക്കും. അതുകൊണ്ട് ആ ഖുർആനിനെ പറ്റി പിന്നീട് അങ്ങോട്ട് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തത്. ചില ഉദാഹരണങ്ങൾ നോക്കൂ. ഓരോ ആയത്തും നമ്മൾ പഠിച്ചതിൻ്റെക്കാളും അപ്പുറം അർത്ഥങ്ങളുള്ളതാ.
വ്യാപ്തിയുള്ളതാ. അതിന്റെ ആത്മാവ്, ഓരോ ആയത്തിന്റെ ആത്മാവുകളും ചിന്തിച്ചെടുക്കാൻ പറ്റാത്തതിന്റെ അപ്പുറമാ. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് അവതരിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കൊക്കെ അതിന്റെ അറിവ് അള്ളാഹുവിന്റെ തിരുദൂതനെതിരെ അള്ളാഹു ആയത്തിറക്കിയതാ. കാരണം ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം എന്ന അന്ധനായ സ്വഹാബി പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ ദൂരത്ത് നിന്ന് അള്ളാഹുവിന്റെ റസൂലുള്ളാന്റെ സംസാരം കേട്ടു. ആ സംസാരം കേൾക്കുന്നത് കാത്തുനിന്ന് കേട്ട അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിന് മനസ്സിലായി എന്തോ ഖുർആൻ പഠിപ്പിക്കുക റസൂലുള്ള. ആ ആയത്തുകളും ആ വിശദീകരണവും കേട്ടപ്പോ വീണ്ടും അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ അല്ലിംനി, എന്നെയും കൂടി നിങ്ങൾ അതൊന്ന് പഠിപ്പിച്ചതാ, എനിക്കും കൂടി നിങ്ങൾ അതൊന്ന് അറിയിച്ചതാ റസൂലേ. ആ സമയത്ത് അള്ളാഹുവിന്റെ തിരുദൂതൻ മദീനയിലെ പ്രമാണിമാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചോദിച്ച അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിന്റെ നേരെ റസൂലുള്ളാഹി ഒന്ന് തിരിഞ്ഞു. എന്നിട്ട് മനസ്സിലൊരു കണക്കൂട്ടി, അബ്ദുള്ള എന്തായാലും മുസ്ലിമാ, പള്ളിയിലേക്ക് പോവുക. ഈ പ്രമാണിമാരാവട്ടെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുമില്ല. അതുകൊണ്ട് അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിനെ അള്ളാന്റെ തിരുദൂതൻ അവഗണിച്ചു. മനസ്സുകൊണ്ടങ്ങ് അവഗണിച്ചു. തിരിച്ചൊരു മറുപടിയും കൊടുത്തിട്ടില്ല. മനസ്സുകൊണ്ടങ്ങ് അവഗണിച്ചിട്ട് വീണ്ടും പണക്കാരുടെ പ്രമാണിമാർക്ക് നേരെ തിരിഞ്ഞു. രണ്ടാമത്തെ തവണയും ശബ്ദം കേട്ടപ്പോ അബ്ദുള്ള വിളിച്ചു, നബിയെ അല്ലിംനി, എന്നെയും കൂടി ഒന്ന് പരിഗണിക്കു നബിയെ. രണ്ടാമത്തെ തവണയും റസൂലുള്ള നോക്കി, മനസ്സുകൊണ്ടൊരു അകലം അഥവാ ഒന്നിങ്ങോട്ട് തിരിഞ്ഞെന്നു. അബ്ദുള്ള പോവുകയാണെ പോട്ടെ, പ്രമാണിമാർക്ക് തന്നെ പ്രാധാന്യം കൊടുത്തു. 3 തവണ റസൂലുള്ളാന്റെ ശബ്ദത്തിന്റെ നേരെ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഒരു മറുപടിയും കിട്ടാതായപ്പോ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം പുഞ്ചിരിയോടെ തപ്പിത്തടഞ്ഞ് മദീനത്തെ പള്ളിയിലേക്ക് നടന്നു. മണിക്കൂറുകൾക്കുള്ളിൽ നസലൽ അമീനു മലക്ക് ജിബ്രീൽ ഹാജരായി. അള്ളാഹുവിന്റെ റസൂലുള്ളാനെ പൊതിഞ്ഞു പിടിച്ചു. പ്രവാചകന്റെ നെറ്റിത്തടം വേർത്തു. ശരീരമൊട്ടാകെ വേർപ്പ് ചാലുകൾ ഒഴുകി. ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. ഒന്നാമത്തെ ആയത്ത്, അബസവത്തവല്ല, നബിയെ മുഖം തുളിച്ച് പിന്മാറിയല്ലേ. അൻജാഅഹുൽ അഅ്മ, ഒരു അന്ധൻ നിന്റെ അരികിൽ വന്നപ്പോ, വമാ യുദ്രീക ലഅല്ലഹു യസക്ക, പ്രമാണിമാര് മുസ്ലിമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഛേദമാ നബിയെ? ആ പാവപ്പെട്ട അന്ധന്റെ നേരെ തലതിരിക്കാൻ മാത്രം എന്താണ് നബിയെ എന്ന് അള്ളാഹു ചോദിച്ചപ്പോഴായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന് കണ്ണീരോടെ താൻ ചെയ്തു പോയല്ലോ എന്ന സങ്കടം തോന്നി. പക്ഷെ ആ സമയത്താണ് അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം എന്ന സ്വഹാബി പോലും അറിയുന്നത് നിന്റെ സംസാരം കേട്ടിട്ടും റസൂലുള്ള എന്നോട് പരിഗണിക്കാതിരുന്നതാണെന്ന്. ആ പരിഗണിക്കാതിരിക്കുന്നത് വാക്കുകൊണ്ടല്ല. നീ നടന്ന അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അത് വാക്കുകൊണ്ടായി. എനിക്ക് ഞാൻ പിന്നെ പറഞ്ഞൊരു അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അത് വാക്കുകൊണ്ടായി. പക്ഷേ റസൂലുള്ള നോക്കിയിട്ടേ ഉള്ളൂ, മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടേ ഉള്ളൂ, അബ്ദുള്ള എന്തായാലും പോയിക്കോട്ടെ എന്ന ചിന്ത, ആ മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്ത, ആ ചിന്തയാ റബ്ബ് പരിഗണിച്ച്, ആ മനസ്സാ പടച്ചോൻ പരിഗണിച്ച്, ആ മനസ്സ് നോക്കിയിട്ടാ റബ്ബ് പറഞ്ഞത് എന്ത്? അബസവത്തവല്ല, എന്തിനാ നബിയെ നീ ആ മുഖം ചുളിച്ചത് എന്ന്. അതിനർത്ഥം മനസ്സ് കൊണ്ടടക്കുന്നത് പോലും പടച്ചോൻ കുറ്റമായി രേഖപ്പെടുത്തും. ഇന്ന് ചില ആളുകള് മനസ്സിൽ കൊണ്ടടക്കുക പകയും വെറുപ്പും ഒക്കെ. 5-6 കൊല്ലം കൊണ്ടടക്കും. പിന്നെ നന്നാവുമ്പോൾ ചിലർ പറയും 5-6 കൊല്ലായിട്ട് നെഞ്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നാൽ ആ 6 കൊല്ലം നെഞ്ചിന്റെ ഉള്ളിൽ കുണ്ടടന്നാ കുറ്റ, 1 മണിക്കൂർ കുണ്ടടന്നാ കുറ്റ. ഇന്നത്തെ ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് മേൽ എന്തോഹിച്ച് മനസ്സ് കുണ്ടടക്കാൻ പറ്റുമോ അത് കുണ്ടടന്നാ കുറ്റ. ഏതെങ്കിലും ഒരുത്തൻ ഗൾഫിൽ പോയി 6 കൊല്ലം കൊണ്ട് നാട്ടിൽ വന്ന് നാട്ടിലൊരു തരക്കേടില്ലാത്ത ബിസിനസ് തുടങ്ങുമ്പോൾ പുറത്തുനിന്ന് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക ഏതോ അറബീനെ മുക്കിപ്പോന്നതായിരിക്കും. ആ ചിന്ത തെറ്റാ. ഏതെങ്കിലും ഒരാണും പെണ്ണും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് പറയാ ഇത് മറ്റേ ബന്ധ, ആ ചിന്ത തെറ്റാ. മനുഷ്യന്റെ ഹൃദയമാ റബ്ബ് പരിഗണിക്കുന്നത്. ഈ ആയത്തിൽ അതാ നമ്മൾ പഠിക്കേണ്ടത്. കണ്ണുകൊണ്ട് പോലും അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിനോട് വെറുപ്പ് കാണിക്കാത്ത റസൂലുള്ളാന്റെ കൽബ് കണ്ട് പടച്ചോൻ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരായത്തിന്റെ അംശം, അതിന്റെ ജീവാംശം അതിന്റെ ഉള്ളിന്ന് പഠിക്കണം. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ വരുത്തൂ. എങ്കിലേ ആ ആയത്തുകൾ എത്രത്തോളം വലിയ വ്യാപ്തിയുള്ളതാണെന്നും എത്രത്തോളം അതിന്റെ ആത്മാവ് വിശാലമാണെന്നും നമുക്ക് ബോധ്യപ്പെടൂ. ആ പഠനമാ ഇന്ന് നമ്മൾ ഉപേക്ഷിച്ചത്. ആ പഠിക്കുന്നതിൽ നിന്നാ നമ്മൾ മാറി നിൽക്കുന്നത്. മറ്റൊരു ഭാഗത്ത് അല്ലാഹുവിന്റെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഓരോരുത്തരും സാക്ഷികളാ. ഒരിക്കൽ മദീന പള്ളിയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നപ്പോ ഇബ്നു മസ്ഊദിന്റെ മുഖത്ത് നോക്കി റസൂലുള്ള പറഞ്ഞു, ഇബ്നു മസ്ഊദ്, താങ്കൾ എനിക്കൊന്ന് ഖുർആൻ ഓതി തരണം. അത്ഭുതത്തോടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കൾക്ക് ഞാനോ നബിയെ? അതെ ഇബ്നു മസ്ഊദ്, എനിക്കതൊന്ന് കേൾക്കണം. അങ്ങനെ കേട്ട് കേട്ട് സൂറത്തുൻ നിസായിലെ 41-ാമത്തെ വചനമെത്തി. ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക
ഹഉലാഇ ഷഹീദ് ആ ആയത്തെത്തിയപ്പോ റസൂലുള്ളാഹിനെ നോക്കുന്ന സഹാബത്ത് കാണുന്നത് കണ്ണുനീരുകൾ താടിരോമങ്ങൾക്കുള്ളിലൂടെ ചാലിട്ടൊഴുകി മുഖമാവെ ചുവന്ന് എന്തോ കണ്ട് പേടിച്ചവനെ പോലെ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരയുകയാ. സഹാബത്ത് ചോദിച്ചെന്തേ നബിയെ? റസൂലുള്ളാഹിന്റെ കണ്ണുനീരോടെയുള്ള മറുപടി, ആ ആയത്ത് എന്റെ കൽബിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഏതായിരുന്നു ആ വചനം? ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. ഏതൊരു കൂട്ടത്തെയും പടച്ചോൻ പരലോകത്ത് കൊണ്ടുവരുമെങ്കിൽ ആ കൂട്ടത്തിന്റെ ഒരു നേതാവിനെ അള്ളാഹു മറുഭാഗത്തും നിർത്തും. ഏതൊരു കുടുംബത്തെ പടച്ചോൻ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ കുടുംബത്തിന്റെ കുടുംബനാഥനെ അള്ളാഹു മറുഭാഗത്ത് നിർത്തും. എന്നിട്ട് വജ്ഇനാ ബിക അലാ ഹഉലാഇ ഷഹീദ്. ഉമ്മത്ത് മുഹമ്മദിന്റെ നേതാവായി താങ്കളും പിന്നീട് ഓരോരുത്തരും അവനവന്റെ ഉത്തരവാദിത്വം ചോദ്യം ചെയ്യപ്പെടും. ആ ആയത്ത് കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നി സഹാബത്തെ. സഹാബത്തും വാവിട്ട് കരഞ്ഞു. എന്തേ കാരണം? അവരുടെ കുടുംബത്തെ കൊണ്ടുവരുമ്പം അള്ളാഹു അവരെയും കൊണ്ടുവരും. ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹു തആല പരലോകത്ത് എന്റെ കുടുംബത്തെ കൊണ്ടുവരുന്നു. ആ കുടുംബത്തിന്റെ സാക്ഷിയായി അള്ളാഹു എന്നെയാണ് മുൻനിർത്തുക. കാരണം എനിക്കറിയാം എന്റെ കുടുംബത്തെ, എനിക്കറിയാം അവരെ. ഓരോ പ്രദേശത്തും ഓരോ കുടുംബത്തിന്റെയും ഒരാളായി അള്ളാഹു ഓരോരുത്തരെയും കൊണ്ടുവരുമെന്ന് ആയത്ത് കേട്ടപ്പോ ജീവിതത്തിൽ അങ്ങേയറ്റം കണ്ണുനീരോടെ അവർ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആയത്ത് അവരെ ഹൃദയത്തെ സ്വാധീനിച്ചത് കൊണ്ടായിരുന്നു. ആ ആയത്തിന്റെ പിന്നാലെ അവർ മനസ്സിനെ പാകപ്പെട്ടത് കൊണ്ടായിരുന്നു. മദീന പള്ളിയിൽ എന്നൊക്കെ റസൂലുള്ള ഒരു ആയത്തോതിയിട്ടുണ്ടോ അന്നൊക്കെ ചില സഹാബാക്കൾ ബോധം കെട്ടു വീഴും. ബോധം തെളിഞ്ഞ് കണ്ണീരുമായിട്ടിരിക്കുന്ന സഹാബത്തിന്റെ അരികിൽ ചെന്ന് അള്ളാന്റെ ഹബീബ് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ സഹാബാക്കളെ നിങ്ങൾ ഇങ്ങനെ ബോധം കെട്ടു വീഴുന്ന്? പട്ടിണിയാണെങ്കിൽ നിങ്ങൾക്കല്പം വെള്ളം കുടിച്ചൂടെ? അവർ പറഞ്ഞു, നബിയെ, പട്ടിണി ഞങ്ങൾ വെള്ളം കൊണ്ട് മാറ്റും, വയറിന്റെ കാളല് പരന്ന പാറക്കല്ലുകൊണ്ട് ഞങ്ങൾ കെട്ടിവെച്ച് മാറ്റും. എന്നാലും നിങ്ങൾ ഓതിയ ആയത്ത് കേട്ടപ്പോ നെഞ്ചിന്റെ ഉള്ളിൽ സഹിക്കുന്നില്ല നബിയെ. ഏതാ ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഹേ വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ കാക്കണം, വഅഹ്ലീകും, നിങ്ങളെ കുടുംബത്തെയും കാക്കണം. നിങ്ങളെ മാത്രം നിങ്ങൾ കാത്താ പോരാ, നിങ്ങൾക്ക് അല്ലാഹു വിശ്വസിച്ചേൽപ്പിച്ചു തന്ന നിങ്ങളെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കാക്കണം. അലൈഹാ മലായികത്തുൻ, മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന അഗ്നിയിൽ, ഒരു രക്ഷയുമില്ലാത്ത പടച്ചോന്റെ പരലോകത്തെ അഗ്നിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ കാക്കണേ എന്ന ആയത്ത് കേൾക്കുമ്പോഴേക്കും സഹാബത്ത് ബോധം കെട്ടു വീഴും. കാരണം അവരവരുടെ കുടുംബത്തെ പറ്റി ഇങ്ങനെ ചിന്തിക്കും. ഈ ആയത്ത് എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കേട്ട സെക്കൻഡ് പോലും മനസ്സൊന്നു പോയോ, പടച്ചോൻ എന്റെ മക്കളെ കൊണ്ട് ഞാൻ നരകത്ത് പോവോ, അല്ലെങ്കിൽ എന്റെ കുടുംബം കൊണ്ട് ഞാൻ നരകത്ത് പോവോ, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് കിട്ടിയ നല്ലൊരു വാപ്പയാണോ ഞാൻ എന്ന് സ്വയം ചിന്തിക്കാനുള്ള ആ ആത്മാവ്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആത്മാവിനെ പറ്റി സ്വന്തം ആത്മാവിലേക്ക് ചേർക്കാനുള്ള ഒരു പഠനമോ ഒരു പാരായണമോ അത് തിരിച്ചറിയാനുള്ള ഒരു സമയമോ നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ കേവലം യാന്ത്രികമായി 4ഉം 5ഉം ഖത്തമുകൾ ഓതിത്തീർക്കുമെന്നല്ലാതെ പടച്ചോന്റെ അടുത്ത് യാതൊരു നേട്ടവും ഖുർആൻ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആ റമളാനിന്റെ മാസത്തിൽ ഇനി അതിനെപ്പറ്റി വല്ല സംശയവും നിങ്ങൾക്ക് മനസ്സ് തോന്നുന്നുണ്ടോ? എന്തിനാ ഇത്രയും ആയത്ത്? ഈ ആയത്തൊക്കെ ഇപ്പൊ ശരിക്കുള്ളത് തന്നെയാണോ? അള്ളക്ക് ഇങ്ങനെയൊക്കെ ഒരു ഭാഷ കൊണ്ട് അറിയിക്കാൻ പറ്റുമോ എന്നാർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശാസ്ത്രം ഇത്ര പുരോഗമിക്കാത്ത, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നെന്ന് പോലും മറ്റൊരാൾക്ക് കണ്ണുകൊണ്ട് കൃത്യമായി നിർവചിക്കാൻ പറ്റാത്ത 6-ാം നൂറ്റാണ്ടിൽ അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞൊരു വാക്കുണ്ട്, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. നിങ്ങളെ വിരലിന്റെ അറ്റങ്ങൾ പോലും വ്യത്യസ്തമായി പടച്ചവനാണ് നിങ്ങളെ റബ്ബ്. 19-ാം നൂറ്റാണ്ടില അമേരിക്കൻ ശാസ്ത്രകാരന്മാര് കണ്ടെത്തിയത് ഫിംഗർ പ്രിന്റ് തെളിവാണെന്ന്. കാരണം 800 കോടി മനുഷ്യരുടെയും ഫിംഗറുകൾ വ്യത്യസ്തമാണെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറമാ ശാസ്ത്രം കണ്ടുപിടിച്ചത്. എന്നാ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പടച്ചോൻ പറഞ്ഞു, നിങ്ങളെ വിരലിന്റെ അറ്റങ്ങൾ പോലും വ്യത്യസ്തമായി പടച്ചവനാ റബ്ബെന്ന്. 19-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ മനുഷ്യൻ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചപ്പം ചിലര് പറഞ്ഞു കുരങ്ങിൽ നിന്നാ ഉണ്ടാകുന്നതെന്ന്. ശാസ്ത്രം കുറച്ചുകൂടി പുരോഗമിച്ചപ്പോ അവര് പറഞ്ഞു അല്ല, ഒരു പാപ്പാന്റെ ആണിന്റെ വൃഷണത്തിൽ നിന്നും ബീജം ഉൽപ്പാദിപ്പിക്കുന്നു, അത് കുട്ടിയായിട്ട് തന്നെ ഉമ്മയുടെ വയറ്റിലേക്ക് പോവുകയാണ്,
പിന്നെ അവിടെ വലുതായി വരികയാണെന്ന് 20-ാം നൂറ്റാണ്ടിൽ വീണ്ടും ശാസ്ത്രം കണ്ടുപിടിച്ചു. അല്ല, ആ ബീജം വരുന്നത് ആണിന്റെ നെഞ്ചലിന്റെയും മുതുകല്ലിന്റെയും ഉള്ളിൽ നിന്നാ. അത് ചെന്നാൽ മാത്രം മക്കൾ ഉണ്ടാവൂല. പെണ്ണിന്റെ അണ്ടത്തോട് അള്ളിപ്പിടിച്ച് അത് രക്തപിണ്ഡമാകും, പിന്നെ അത് മാംസപിണ്ഡമാകും, പിന്നെ അത് മേൽ എല്ല് വരും, പിന്നെ മാംസം കൊണ്ട് പൊതിയും. അങ്ങനെയാ ഒരു കുഞ്ഞുണ്ടാകുന്നതെന്ന് 20-ാം നൂറ്റാണ്ടിന്റെ തൊട്ടു മുൻപ് ശാസ്ത്രം കണ്ടെത്തിയപ്പോ 1400 കൊല്ലങ്ങൾക്ക് മുൻപ് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞൊരു വാക്കുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മിൻ അയ്യു ഷൈഇൻ ഖലഖഹു, നിങ്ങൾ എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടതെന്ന്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, നെഞ്ചലിന്റെയും മുതുകല്ലിന്റെയും ഇടയിലുള്ള ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ബീജത്തിൽ നിന്ന്. ആ ബീജം നിങ്ങളുടെ ശരീരത്തിലൂടെ മാതാവിന്റെ പെണ്ണിന്റെ ഗർഭാശയത്തിലെത്തുന്നു. സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്അതൻ ഫഖസൗനൽ ഇളാമ ലഹ്മൻ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ. ഇന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയത് 6-ാം നൂറ്റാണ്ടിലെ ഖുർആൻ പറഞ്ഞു, ആദ്യം രക്തപിണ്ഡമാകുന്നു, അള്ളിപ്പിടിച്ചു കിടക്കുന്നു, മാംസപിണ്ഡമാകുന്നു, അലക്കയാകുന്നു, ഫഖസൗനൽ ഇളാമ ലഹ്മ, എല്ലുകൊണ്ട് പൊതിയുന്നു, വീണ്ടും മാംസം കൊടുക്കുന്നു, ഒരു കുഞ്ഞിന്റെ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരുന്നു എന്ന് 6-ാം നൂറ്റാണ്ടിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ആ ഖുർആനിനെ വേണ്ട നിലക്ക് മനസ്സിലാക്കാത്തവരാരെന്ന് ചോദിച്ചാ നമ്മളൊക്കെ തന്നെയാ. അത് പഠിക്കാൻ നേരല്ല, ഓതാൻ നേരല്ല, അതിന്റെ നിർവചനം അറിയല, സബബുൻ നുസൂൽ അറിയൂല, ആ ആയത്ത് എന്തുകൊണ്ട് അവതരിക്കപ്പെട്ടു എന്ന് പോലും അറിയൂല. ഗ്രന്ഥം കിട്ടിയിട്ടും അതിന്റെ വിലയറിയാതായി പോയ ഒരു സമൂഹമായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ഇനിയത്തെ ദിവസങ്ങളിലെങ്കിലും മലയാളത്തിലുള്ള മലയാള വിശദീകരണമുള്ള ഖുർആൻ ഒന്ന് വായിക്കാൻ സന്നദ്ധരാവണം. മക്കളെ കൊണ്ട് വായിക്കണം. ഇന്നത്തെ ലഹരിയിൽ, ഇന്ന് പടർന്നു പിടിക്കുന്ന മാരക ലഹരിയിലൊക്കെ ഓരോ തലമുറക്കുമുള്ള ഉപദേശം പടച്ചോന്റെ ഖുർആനിലുണ്ട്. അതിൽ നന്മയേക്കാൾ തിന്മയാണ് മക്കളെ. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഉപേക്ഷിച്ചുകൂടെ മക്കളെ? അങ്ങനെ ഉപയോഗിച്ചവരുടെ ഗ്ലാസുകൾ പോലും തല്ലിപ്പൊട്ടിച്ച് കളയണേ, ഓർമ്മകൾ വീണ്ടും അതിലേക്ക് പോകാതിരിക്കാൻ എന്നുവരെ അള്ളാഹുവിന്റെ തിരുദൂതന്റെ വാക്കുകളിലൂടെയും ഖുർആനിക നിർവചനത്തിലൂടെയും പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഈ സമൂഹത്തിന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഗ്രന്ഥം ഒരു മാറ്റവും വരുത്താത്തൊരു തലമുറയായി ഈ പ്രവാചകന്റെ ജനത മാറിപ്പോകും. ആ മാറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ മനസ്സിനെയും ശരീരത്തെയും റബ്ബിന്റെ ഖുർആനിലേക്ക് ചേർത്ത് നിർത്തേണ്ട മാസമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ റമദാൻ മാസം. ആ മാസത്തെ ആ നിലക്ക് സ്വീകരിക്കുന്ന, അതിന്റെ മഹത്വത്തോടുകൂടി ഖുർആനിനെ അംഗീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാൻ അതിന്റെ എല്ലാ ബർക്കത്തോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടുകാലങ്ങളിലുള്ള റമദാൻ മാസങ്ങളൊക്കെ വറുതിയുടെയും അറുതിയുടെയും കാലഘട്ടമായിരുന്നെങ്കിൽ ആ റമദാനുകളൊക്കെ മനുഷ്യന്റെ ശരീരത്തെയും ആത്മാവിനെയും ഒരുപാട് ശുദ്ധീകരിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് സേനയിലുള്ള ഒരു IG അലക്സാണ്ടർ എന്നൊരു IG പോലും മുസ്ലിമീങ്ങളുടെ റമദാൻ നോമ്പിന്റെ പവിത്രതയെക്കുറിച്ച്, അത് ശരീരത്തിലുണ്ടാക്കുന്ന നന്മയും ക്ഷമയും സഹജീവി സ്നേഹത്തെക്കുറിച്ചൊക്കെ വാചാലമായി സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിസ്സംശയം പറയാം, ഒരു ജനതയുടെ ശരീരവും ആത്മാവും നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നത് റമദാൻ മാസത്തിലെ ഭക്ഷണ ക്രമീകരണമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ബിസിനസ്സായി, ഏറ്റവും വലിയൊരു സാമ്പത്തിക ലാഭക്കൊയ്യലായി മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹോട്ടലും, രണ്ട് ഹോസ്പിറ്റലും. രണ്ടും റിലേറ്റബിളാണ്. ഒരു പ്രദേശത്തെ ഹോട്ടലുകൾ രസം മാത്രം ആഗ്രഹിച്ച് ഭക്ഷണപ്രിയരായ ആളുകളെ ഹോസ്പിറ്റലുകൾ, അരുതാലയങ്ങൾ കശാപ്പ് ശാലകളാകുകയും
ഓരോ പ്രദേശത്തും രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ആരൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ ന്യായീകരിച്ചാലും അത് 100% സത്യമാണ്. 14 കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു കിഡ്നി പേഷ്യൻസിനെ കാണാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരിൽ 12 പേര് ഒരു കിഡ്നി പേഷ്യന്റ് തമിഴ്നാട്ടിലുണ്ടെന്നറിഞ്ഞപ്പം അയാളെക്കുറിച്ച് പഠിക്കാൻ പോയിടത്ത് നിന്ന് ഇന്ന് മെഡിക്കൽ കോളേജിൽ വരുന്ന 60% രോഗികളും കിഡ്നി പേഷ്യൻസും വൃക്ക രോഗികളുമായി മാറുകയാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ലോകം കൊടുക്കുന്ന മറുപടി അവരുടെ കുത്തയിഞ്ഞ ഭക്ഷണ രീതി കൊണ്ട്, ഭക്ഷണ സംസ്കാരം കൊണ്ട്, സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന ഭക്ഷണ ക്രമീകരണത്തിലേക്ക് നമ്മളെ തലമുറകൾ മാറാൻ തുടങ്ങി. ഞാൻ ആരെയും ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല. ഓരോ ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും വാട്സപ്പുകളിലൂടെയും വരുന്നത് അത്രയും പ്രൊമോഷൻ വീഡിയോസുകളാണ്. എന്തെന്ന് പോലും അറിയാത്ത ഭക്ഷണ സാധനങ്ങളുടെ, മനുഷ്യന് പച്ചക്ക് കഴിക്കാൻ പറ്റുന്നത് പോലും സുർക്കയിലിട്ടിട്ടും ബാറ്ററി വെള്ളത്തിലിട്ടിട്ടും അതിനേക്കാളേറെ അതിന്റെ മേലെ പെരട്ടുന്നത് എന്തെന്ന് പോലും അറിയാതെ വാങ്ങിത്തുന്നുന്നവർ, സ്വന്തം ആമാശയത്തെ കൊന്നാൻ കളയാൻ വേണ്ടി പണം കൊടുത്ത് കടിക്കുന്ന നായ വാങ്ങിത്തുന്നുന്നവര് ഏതൊക്കെ നാടുകളിൽ, പല നാടുകളിൽ നിന്നും നമ്മളെ നാടുകളിലേക്ക് ആളുകൾ ചേക്കാറാൻ തുടങ്ങി. കഴിച്ചും രമിച്ചും കുടിച്ചും ആസ്വദിച്ച് തീർക്കാൻ തുടങ്ങി. എത്ര പേർക്കറിയാം അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ? എത്ര പേര് ചിന്തിക്കാറുണ്ട്? ഇന്നത്തെ ഭക്ഷണ കാര്യങ്ങളിൽ മറ്റൊരുത്തനെ ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും കൂടി കഴിഞ്ഞ ദിവസം ഒരു നിയമം പാസാക്കിയിട്ടുണ്ട്. അതൊക്കെ പത്രത്തിൽ ഒരു ചെറിയ പെട്ടിക്കോളത്തിലേ ഉള്ളൂ. ഗർഭിണികളായ സ്ത്രീകളും കുട്ടികളും അജിനാമോട്ടോയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പാടില്ല. അകാല മരണത്തിനും അതിനേക്കാളേറെ ശാരീരിക ബ്ലോക്കിനും രക്തസംക്രമണത്തിനും മനുഷ്യന്റെ ഹൃദയ പ്രവർത്തനങ്ങൾക്കും കിഡ്നി പ്രവർത്തനങ്ങൾക്കും മാരകമാണെന്ന് ആരൊക്കെ കേട്ടു, ആരൊക്കെ അറിഞ്ഞു? ഓരോരുത്തരും വെറൈറ്റികൾ തേടിയുള്ള യാത്രക്കിടയിൽ ഉറപ്പിച്ചു പറയാം, ഓരോ റമദാൻ തീരുമ്പോഴേക്കും രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് ഹോസ്പിറ്റാലിറ്റി മേഖലകളിലാണ്. എത്ര ഹോസ്പിറ്റലുകൾ, എത്ര സ്ഥാപനങ്ങൾ! ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല. പക്ഷെ ചിന്തിക്കണം സഹോദരങ്ങളെ, ഓരോ യുവാക്കളോടും വന്ധ്യതയും അറ്റാക്കും അതിനേക്കാളേറെ കത്തിപ്പോയ കരളും വേദന നിന്ന് ജീവിക്കുന്നവരും 10,000-ങ്ങളാ. ഓരോരുത്തരുടെയും വാക്ക് കേട്ട് അവനവന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി എന്തോ കള്ളത്തരം പടച്ചുവിടുന്നവന്റെ വാക്കും കേട്ട് പരക്കം പാഞ്ഞ് തിന്നാനോടുമ്പോ ഒട്ടിയ വയറിലേക്ക്, കാലി വയറിലേക്ക് ഇതൊന്ന് കഴിച്ചാൽ മതി, പിന്നെ അത്തായം തന്നെ വേണ്ട, അമ്മ അത്തായത്തിന് വിളിക്കണ്ട എന്നൊക്കെ ഒരുത്തം വ്യാഖ്യാനിക്കുമ്പോഴേക്കും വാരി വലിച്ച് തിന്നു തീർക്കുമ്പോ അത് സ്വന്തം ശരീരം കൊല്ലുന്നതിന് സമാലാ തത്തുലു അംഫുസക്കും, കൊല്ലരുത് മനുഷ്യരെ ശരീരത്തെ. ഇതൊന്നും കഴിക്കാതെ പടച്ചോൻ ഒരു പരീക്ഷണം തന്ന അത് അങ്ങനെയാന്ന് കരുതി സമാധാനിക്കുക. അതിന് സ്വയം നശിപ്പിച്ചതിന്റെ വേദന ഉണ്ടാവില്ല. അവസാനം വേദന തിന്ന് ജീവിക്കുമ്പോ പോലും പടച്ചോൻ ഇത് ഞാൻ വരുത്തി വെച്ചല്ലോ, അള്ള എനിക്ക് തന്ന പരീക്ഷണല്ലേ എന്ന് കരുതി സമാധാനിക്കാൻ പോലും പറ്റൂല. തിന്നുണ്ടാക്കിയ കുറ്റങ്ങളാണെങ്കിൽ, കഴിച്ചുണ്ടാക്കിയ ഫിത്നയാണെങ്കിൽ. അതുകൊണ്ടാ മറ്റൊരു ഭാഗത്ത് റബ്ബ് പറഞ്ഞതും വകുലൂ മിമ്മാ റസഖ്നാകും ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഹലാലായത് തിന്നണം. ചില ആൾക്കാർ അങ്ങനെയാ ന്യായീകരിക്കുക, ഇതെന്താ ഹലാലല്ലേ, ഇപ്പൊ കുറച്ച് പുരട്ടി എന്നുള്ളതാണോ, കുറച്ച് അങ്ങനെ മസാല തേച്ചതാണോ കുഴപ്പം എന്നല്ല ചിന്തിക്കേണ്ടി. ഹലാലൻ ത്വയ്യിബ, ഹലാലും ആവണം, ത്വയ്യിബ നിങ്ങളുടെ ശരീരത്തിന് നല്ലതും ആവണം. പടച്ചോൻ വെറുതെ പറഞ്ഞതല്ല ആയത്തുകളൊന്നും. ഓരോ ആയത്തിന്റെ പിന്നിലും നമ്മളറിയാത്ത ആത്മാക്കളുണ്ട്, ചിന്തകളുണ്ട്. അത് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വരുത്തിക്കൂട്ടുന്ന ഫിത്നകൾ പിന്നീട് അനുഭവിക്കുമ്പോ ഒന്ന് മനസ്സറിഞ്ഞ് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ പോലും തോന്നൂല. കാരണം സ്വയം വരുത്തി വെച്ച ഫിത്നയിൽ മനസ്സ് നീറി ജീവിക്കല്ലാണ്ട്. അങ്ങനെ ജീവിക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ട്. ആ തിരിച്ചറിവോടെ പ്രിയപ്പെട്ട അനിയന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കുടുംബങ്ങളെ, ഭക്ഷണ കാര്യത്തിലൊക്കെ ഒരല്പം ശ്രദ്ധ കാണിക്കണം. കഴിക്കണ്ടാന്നോ, പുറത്തേക്ക് പോകണ്ടാന്നോ, ഒന്ന് കുടിക്കണ്ടാന്നോ ഒന്നും പറഞ്ഞ് ഞങ്ങൾ വ്യാഖ്യാനിക്കരുത് കേട്ടോ. പക്ഷെ ഭയക്കണം. കാരണം അത്രയേറെ സുക്കേടുകളാ, അത്രയേറെ പരീക്ഷണങ്ങളാ, അത്രയേറെ മനുഷ്യന്റെ ശരീരം നശിപ്പിക്കുന്നതാ ഓരോ ഭക്ഷണ സാധനത്തിലും പ്രൊഡക്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ കൊടുക്കുന്നവൻ തന്നെ പറയും ആത്മാവ് പോയി കിട്ടും. ആ തിരിച്ചറിവ് നമുക്ക് ഇനിയും വന്നിട്ടില്ലെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെ നോക്കി മലയാളികൾ പ്രബുദ്ധരാ, വിവരമുള്ളവരാന്നൊക്കെ പറയുമ്പം ബാക്കി 3 വിരലും അവനാന്റെ നേരെ തന്നെയാ. കരും പൊട്ടന്മാരാ നമ്മൾ. അതില്ലാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബേ നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. നാദാ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ, ഇണകളുണ്ട് റബ്ബേ. മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവേ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവർ,
ഏറ്റവും എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അള്ളാഹുവെ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അസുഖം ബാധിച്ച് അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന പലരും. എന്താണോ റബ്ബെ ഓരോരുത്തർക്കും ഖൈറായത്, ആ ഖൈറായത് നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. റബ്ബെ ബാധ്യതകളുണ്ട് നാഥ, കടങ്ങളെല്ലാം മാന്യമായി വീട്ടാനും ബാധ്യതകളില്ലാതെ ഹറാമായ സമ്പാദ്യമില്ലാതെ നിന്നെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നാഥ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്. മനസ്സിന്റെ ചാബല്യം കൊണ്ട് പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾക്ക് ഒരിക്കലും ദുനിയാവിൽ നീ പരീക്ഷിക്കാതെ ഹൃദയം ഭംഗിയുള്ളവരാക്കി നിന്നെ സന്തോഷത്തോടെ കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റബ്ബേ, ഈ പരിശുദ്ധ റമളാൻ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സ്വീകരിച്ച ഒരു നല്ല മുത്തക്കയും മുഅ്മിനുമായി ജീവിച്ചു നോൽക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.